A total charge Q is given to two concentric shell so that their surface charge densities are equal. അപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, ഒരു Q ചാർജ് ഈ രണ്ട് സ്പിയേഴ്സിനും കൊടുത്തു, എന്നിട്ട് ഇതിൻ്റെ ഡെൻസിറ്റിയും തുല്യമായി. ഡെഡ്യൂസ് എൻ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ അറ്റ് ദർ കോമൺ സെൻറ്റർ. ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ നമ്മൾ എത്രയെന്ന് കണ്ടെത്തണം. അപ്പോൾ ഇവിടുത്തെ വി കണ്ടെത്തുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് ഒന്നിനും നോക്കാം, രണ്ട് സ്പിയേഴ്സ്, ഒരു സ്പിയറിൻ്റെ ഉള്ളിലാണ് മറ്റൊരു സ്പിയർ ഇരിക്കുന്നത്. ഈ രണ്ട് സ്പിയറിലേക്കും ചാർജ് കൊടുത്തു. അപ്പോൾ എങ്ങനെയാണ് കൊടുത്ത രീതി, എങ്ങനെയാണ് രണ്ടിൻ്റെയും ഡെൻസിറ്റി തുല്യമാകുന്ന രീതിയിലാണ് ഇവിടെ നമ്മളെന്ത് കൊടുത്തത്, ചാർജ് കൊടുത്തത്. അപ്പോൾ നമുക്കിവിടെ ഡെൻസിറ്റിയുടെ ടേംസിലുള്ള ഒരു പൊട്ടൻഷ്യലിൻ്റെ ഒരു ഇക്വേഷൻ ആദ്യം ഉണ്ടാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ റേഡിയസിൻ്റെയും ചാർജിൻ്റെയും ടേംസിലാണ് നമ്മൾ പഠിച്ചില്ല. നമുക്ക് ആദ്യം തന്നെ അതൊന്ന് നോക്കാം. നമ്മളൊരു സ്പിയർ എടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സ്പിയർ എടുത്തു, ആ സ്പിയറിലേക്ക് ക്യൂ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ ആ സ്പിയറുമ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി അടുത്ത ചോദ്യം, ഇതിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ ഈ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എത്ര? അപ്പോൾ നമ്മളിവിടെ പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഈ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എത്ര? ആ പൊട്ടൻഷ്യൽ കാണാനുള്ള ഫോർമുല വി എന്ന് പറയുന്നത് 1/4πE0. ഇവിടെ ക്യൂ ചാർജ് ആണെന്ന് വിചാരിക്കുക, Q/R ആണ്. ഇതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ, സർഫസിലെ പൊട്ടൻഷ്യൽ. അപ്പോൾ അടുത്തൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ടുള്ളിലുള്ള ഒരു പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? അതായത് ആ പൊട്ടൻഷ്യൽ ഇതിന് ഇവിടത്തേക്കാളും കൂടുതലായിരിക്കുമോ, കുറവായിരിക്കുമോ, അതോ അതിന് തുല്യമായിരിക്കുമോ? ചോദ്യം ഇതാണ്. നമ്മൾ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ കാണാനുള്ള ഫോർമുല എഴുതി എങ്കിൽ ഉള്ളിലും കുറേ പോയിൻറ്റുകളുണ്ടല്ലോ, ഉള്ളിലൊക്കെ എന്തുണ്ടാകാൻ പൊട്ടൻഷ്യൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു പോയിൻ്റാണ് ഞാൻ ഇവിടെ കാണിച്ചുള്ളത്. ഈ പോയിൻറ്റിൽ, ഉള്ളിൽ കാണിച്ചിരിക്കുന്ന ഈ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എത്ര എന്നാണ് നിങ്ങൾ പറയേണ്ടത്. കാരണം ഇവിടുത്തെ പൊട്ടൻഷ്യൽ കണ്ടു കഴിഞ്ഞാൽ ഇതേ വാല്യൂ തന്നെ കിട്ടും. എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യൽ ഇവിടെ കോൺസ്റ്റൻ്റ് ആയത്? ആ ഒരു ആർഗ്യുമെൻറ്റ് നിങ്ങൾ മനസ്സിലാവണം. കാരണം ഈ പ്രോബ്ലം ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഐഡിയകളാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് ഇത്ര കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കുക. അത് കാണാനുള്ള ഫോർമുല എന്ത് തന്നെയാണ്? ഇപ്പം നമുക്കിത് ഒന്നാമത്തെ പോയിൻറ്റിന് കൊടുക്കുക, ഇത് രണ്ടാമത്തെ പോയിൻറ്റിന് കൊടുക്കുക. V1 കണ്ടപ്പോൾ എത്ര കിട്ടി? ഇതാണ് കിട്ടി. അങ്ങനെ രണ്ടാമത്തെ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πE0 Q/R തന്നെയാണ്. ഇതേ വാല്യൂ കണ്ടാൽ അതേ പൊട്ടൻഷ്യൽ തന്നെയാണ് ഉള്ളിലെ പൊട്ടൻഷ്യലും, ഒരു വ്യത്യാസമില്ല. അപ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്ന് പറയും. കാരണം ഇത് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഇല്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് dV/dx ആണ്, -dV/dx. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ചാപ്റ്ററിലൊക്കെ തന്നെ, അടുത്ത് വരുന്ന പ്രോബ്ലത്തിലൊക്കെ തന്നെ കൂടുതൽ ചെയ്യുന്ന ഈ ഫോർമുല വെച്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഐഡിയ ഇവിടെ ഡിസ്കസ് ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് dV/dx. എന്താണ് dV എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എന്താണ് dx എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എന്താണ് dV എവിടെയെങ്കിലും 0 ആയി വിചാരിച്ചു. അപ്പോൾ dV സപ്പോസ് 0 ആണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് 0. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നോക്കാം. ഞാൻ 2 പോയിൻ്റ് എടുത്തു, ഇവിടെ A എന്നുള്ള പോയിൻ്റ് എടുത്തു, ഇവിടെ B എന്ന പോയിൻ്റ് എടുത്തു. ഞാനിവിടെ 10 വോൾട്ട് എന്ന് അസ്യൂം ചെയ്തു, ഇവിടെ 10 വോൾട്ട് എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? ഈ എയിലും 10 ബിയിലും 10 ആയി കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ എത്ര വന്നു? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്ര ആയി കഴിഞ്ഞു? 0 ആയി. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ എവിടെയാണോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാണ്ട് വരുന്നത് അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആവും. നമുക്കറിയാം ഒരു മെറ്റലിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് നമുക്കറിയാലോ. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. ഏത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോപ്പർട്ടിയാണ് ഇൻസൈഡ് ദ മെറ്റൽ ഇലക്ട്രിക് ഫീൽഡ് 0. അത് ബേസിക്കായിട്ട് ഉറപ്പിക്കേണ്ട ഒരു ആശയമാണ്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് 0, മെറ്റൽ 0 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ എന്ത് പറ്റും? ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണോ 0 ആണ് അവിടെ എന്ത് പറ്റും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെ എന്ത് ആവണം? ഉള്ളിലൊക്കെ ആവണം. നിങ്ങൾ എവിടെ എടുത്താലും സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാണോ 10 വോൾട്ട് ആണെങ്കിൽ ഇതിലെ എവിടെ പോയിന്റിൽ വയ്ക്കാൻ 10 വോൾട്ട് ആവും. സർഫസിലെ വോൾട്ടേജ് 20 വോൾട്ട് ആണെങ്കിൽ ഉള്ളിൽ എവിടെ എടുത്താലും വോൾട്ടേജ് 20 തന്നെ കിട്ടണം. ഒരു ഡിഫറൻസ് വരാൻ പാടില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ വന്നു സർഫസിലെ പൊട്ടൻഷ്യൽ കണ്ടിട്ട് ഉള്ളിലെ പൊട്ടൻഷ്യൽ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ സർഫസിലെ പൊട്ടൻഷ്യൽ കണ്ടു കഴിഞ്ഞാൽ അതേ വാല്യൂ തന്നെ ഇവിടെ കൊടുത്താൽ മതി, അതേ ഫോർമുല തന്നെ കാണാൻ ഉപയോഗിച്ചാൽ മതി. അതാണ് നിങ്ങൾ ഇതിൽ നിന്ന് എത്തിച്ചേർന്ന ഒരു പ്രധാനപ്പെട്ട കൺക്ലൂഷൻ. കാരണം ഈ ഐഡിയ നമ്മൾ ഇവിടേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ കാണാം. അപ്പോൾ ഞാനിവിടെ എടുത്ത പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഈ പോയിൻ്റ് പ്രത്യേകത രണ്ടും കിടക്കുന്ന ഉള്ളിലാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിന് നമുക്ക് 1 കൊടുക്കുക, ഇതിന് 2 കൊടുക്കുക.
അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ഒന്നാമത്തെ സ്പിയർ കൊണ്ട് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ V1 കാണാം, രണ്ടാമത്തെ സ്പിയർ കൊണ്ട് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ V2 കാണാം. ഈ V1 V2 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, ഉള്ളിലെ പൊട്ടൻഷ്യൽ കിട്ടും. അപ്പം നമുക്ക് അതിന് മുന്നേ ഇവിടെ ഡെൻസിറ്റിയുടെ ടേംസിലാണ് നമ്മൾ പൊട്ടൻഷ്യൽ കാണേണ്ടത്. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല നമുക്ക് ഡെൻസിറ്റി ടേംസിൽ കണ്ടെത്താം. അപ്പോൾ ഞാൻ അത് പറയാനാണ് ആദ്യം വന്നെങ്കിൽ അത് വിട്ടുപോയി. ഇപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഈ ഫോർമുലയ്ക്ക് ചെറിയൊരു മാറ്റം വരുത്തുക. എന്താണ്, V = 1/4πE0 Q/ ഞാനിവിടെ ഒരു R² ആക്കി. R×R ആകുമ്പോൾ ഇവിടെ ഒരു R ഇടണം, വേറെ പ്രത്യേകത ഒന്നുമില്ല. എന്താണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മേലെ അടിയിൽ R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇതിൽ നമുക്ക് ഇതിനെ ഒന്ന് ചെറിയൊരു മാറ്റം വരുത്താം. 4πr². ഇവിടെ ഈ ടേം, ഈ 4πr² എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് റേഡിയസ് ആണുള്ളത്, 6 റേഡിയസിൽ ഒരു സ്ഫിയർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് മനസ്സിലാക്കാൻ പറ്റും, സർഫസ് ഏരിയ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതിനെങ്ങനെ എഴുതാൻ പറ്റും, ഇതിനെ Q/4πr² ഏരിയ എന്ന് കൊടുക്കുക. Q/ഏരിയ E0 R എന്ന് കിട്ടി. ഈ Q/R എന്ന് പറയുന്ന സംഭവം എന്താണ്, ചാർജ് ബൈ ഏരിയ ഡെൻസിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും, σ/E0 × R എന്ന് എഴുതാം. അപ്പോൾ ഈ സ്പിയറിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യൽ കാണാനുള്ള ഒരു ഫോർമുല നമുക്ക് കിട്ടി ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക, നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചുള്ള ഫോർമുല ഇതാണ്. ഇങ്ങനെയും നമുക്ക് ഒരു ഫോർമുല ഉണ്ടാക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഡെൻസിറ്റിയുടെ ടേംസിലുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ഡെൻസിറ്റി തന്നതുകൊണ്ട്, ഡെൻസിറ്റി തന്നിട്ടില്ല, ഡെൻസിറ്റി ഈക്വൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എഴുതേണ്ടത് ഇതിൻ്റെ ടേംസിൽ എഴുതണം. അപ്പോൾ ഞാനിവിടുത്തെ പൊട്ടൻഷ്യൽ എഴുതാമ്പോൾ ആ V എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V1 + V2 ആണ്. അതിൽ V1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഈ ഫസ്റ്റ് സ്പിയർ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. അതിൻ്റെ ഫോർമുല നമുക്കറിയാം, σ/E0 × ഫസ്റ്റ് സ്പിയറിൻ്റെ റേഡിയസ് ആണ് എഴുതേണ്ടത്. കാരണം ഇവിടെ നമ്മൾ 6 റേഡിയസ് എടുത്തു, അപ്പോൾ ഇവിടെ A റേഡിയസ് ആകുമ്പോൾ × A എന്ന് എഴുതി. പ്ലസ് നമുക്ക് എന്ത് ചെയ്യുക, V2 എന്ന് പറയുന്നത് സെക്കൻഡ് സർഫസിൻ്റെ പൊട്ടൻഷ്യലാണ്. അത് നമുക്ക് σ/E0 × അതിൻ്റെ റേഡിയസ് എത്രയാണ്, B ആണ്, B എന്ന് കൊടുത്തു. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ സിഗ്മ പുറത്തെടുക്കുക, σ/ε0 വേണമെങ്കിൽ പുറത്തെടുക്കുക. അപ്പോൾ σ/ε0 പുറത്തെടുത്താൽ എന്ത് കിട്ടും, A + B എന്ന് കിട്ടി. ഇതാണ് നമുക്ക് എന്ത് കിട്ടി, സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് കിട്ടി. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഗ്മ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്, Q ആണ് തന്നിട്ടുള്ളത്, ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ Qൻ്റെ ടേംസിലേക്ക് ഇക്വേഷൻ ഇതിനെ കൺവേർട്ട് ചെയ്യണം. കാരണം ഇതൊരു പ്രത്യേക ഐഡിയ ആണ്. ഏത് പ്രോബ്ലം കിട്ടുമ്പോഴും നമ്മൾ ഏതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അതിൻ്റെ ടേംസിലായിരിക്കണം ആൻസർ. അത് ഞാൻ മുന്നത്തെ പ്രോബ്ലത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് അവസാനിപ്പിക്കരുത്. ഇപ്പോൾ ഒരു കുട്ടി ഇവിടം വരെ ചെയ്തിട്ട് ആൻസർ അവസാനിപ്പിക്കാൻ പാടില്ല. കാരണം എന്താണ്, സിഗ്മ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് പറയുകയാണ് ഇതിൻ്റെ ഡെൻസിറ്റി സിഗ്മയാണ്, ഇതിൻ്റെ ഡെൻസിറ്റി സിഗ്മയാണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. ഇനി നമ്മൾ മുന്നോട്ട് പോകണം. എന്താണ്, ഈ സിഗ്മേനെ Qൻ്റെ ടേംസിലാക്കിയിട്ട് Qൻ്റെ ടേംസിൽ എഴുതുമ്പോഴാണ് ആൻസർ അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത എയിം എന്ന് പറയുന്നത് ഈ സിഗ്മേനെ എന്തിൻ്റെ ടേംസിലാണ്, Qൻ്റെ ടേംസിലാക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇതിൽ കൊടുത്തതും സെയിം ഡെൻസിറ്റിയാണ് ആകുന്ന രീതിയിലാണ് ചാർജ് കൊടുത്തത്. അപ്പോൾ Q ചാർജ് ഇതിനും കൊടുത്തു. അപ്പോൾ ഇതിൽ സ്റ്റോറേജ് ചാർജ് എത്രയാണ്, σ × 4π, ഇതിൻ്റെ റേഡിയസ് B ആണ് അല്ലേ, B². അപ്പോൾ ഇതിൻ്റെ ഏരിയ 4πB² ആണ്. അപ്പോൾ ഏരിയ × ഡെൻസിറ്റി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടുത്തെ ചാർജ് കിട്ടി. അതേപോലെ ഇവിടെ സ്റ്റോർ ചെയ്ത ചാർജ് എത്രയാണ്, അതെന്ന് പറയുന്നത് σ 4πA² ആണ്. അപ്പോൾ ഈ ചാർജും കൂട്ടിയാൽ നമുക്ക് മൊത്തം ചാർജ് കിട്ടുമല്ലോ. അപ്പോൾ മൊത്തം ചാർജ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഈ ചാർജ് എത്രയാണ്, ഡെൻസിറ്റിൻ്റെ ഏരിയ ആണല്ലോ. കാരണം ഒരു യൂണിറ്റ് സർഫസിലെ ചാർജാണ് സിഗ്മ, അതിനെ മൊത്തം ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, മൊത്തം ചാർജ് കിട്ടും. അപ്പോൾ മൊത്തം ചാർജ് എന്ന് പറയുന്നത് 2 സ്പിയറിനായിട്ട് കൊടുത്തത്, ഇതിൽ ഈ പിങ്ക് കളർ കാണിച്ചിരിക്കുന്ന സ്പിയറിനും ഗ്രീൻ കളർ കാണിച്ചിരിക്കുന്ന സ്പിയറിനും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ ചാർജും ഈ 2 ചാർജും കൂട്ടിയാൽ Q കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, σ 4πB² പ്ലസ് ഈ ചാർജ് കൂട്ടുക σ 4πA². അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് Q കിട്ടും. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സിഗ്മ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സിഗ്മ മാത്രം നമുക്ക് ആവശ്യമാണ്, സിഗ്മയുടെ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സിഗ്മ എന്ത് കിട്ടും, അപ്പോൾ സിഗ്മ × 4πB² + 4πA². 4π വേണമെങ്കിൽ പുറത്തെടുക്കാം കേട്ടോ.
അപ്പോൾ ക്യൂ എന്ന് കിട്ടി. അപ്പോൾ ഞാൻ ഇതിന് സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ 4π പുറത്തെടുത്തിട്ട് ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ സിഗ്മ കിട്ടി. ഈ സിഗ്മ നമ്മൾ എവിടേക്ക് കൊണ്ടു കൊടുക്കുക? ഈ സിഗ്മയുടെ വാല്യൂ എടുത്ത് നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ എന്തിൻ്റെ ടേംസിൻ്റെ ചാർജിൻ്റെ ടേംസിലെ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ബി ഈക്വൽ ടു ഈ സിഗ്മയുടെ സ്ഥാനത്ത് വാല്യൂ കൊടുത്തു ക്യൂ ബൈ 4π എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സിഗ്മ കൊടുത്തു ഇൻറ്റു എ പ്ലസ് ബി ബൈ E0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് അനാലിസ് ചെയ്ത് നോക്കുക, ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ കുറേ കാര്യങ്ങളൂടെ ചെയ്തല്ലോ, ഒന്ന് മൊത്തത്തിലൊന്ന് ഓടിച്ച് നോക്കുക, എന്തൊക്കെ ഇവിടെ ചെയ്ത് നോക്കുക. നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ കണ്ടു. ഫസ്റ്റ് എന്ത് ചെയ്തു? പൊട്ടൻഷ്യൽ കണ്ടു. അപ്പോൾ ഫസ്റ്റ് സ്പീർ ഉണ്ടാക്കി പൊട്ടൻഷ്യൽ V1 എന്ന് കിട്ടി. സെക്കൻഡ് അതാണ് V1. സെക്കൻഡ് സ്പീർ ഉണ്ടാക്കി പൊട്ടൻഷ്യൽ V2 എന്ന് കിട്ടി. പക്ഷേ V1 എന്തിൻ്റെ ടേംസിൽ സിഗ്മയുടെ ടേംസിൽ എഴുതി. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഈ സിഗ്മ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാത്തതുകൊണ്ട് സിഗ്മനെ ചാർജിൻ്റെ ടേംസിലാക്കി സിഗ്മനെ ചാർജ് വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ആൻസറായി. V1 കണ്ടു, V2 കണ്ടു, V1 V2 സിഗ്മയിലാക്കി അവസാനം സിഗ്മേനെ ചാർജിലേക്ക് കൺവേർട്ട് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഇപ്പം ഞാൻ പറഞ്ഞ നമ്മൾ ചുരുക്കി ഇതും പറയാൻ പറ്റണം. ആ രീതിയിലാണ് നിങ്ങൾ തയ്യാറാവേണ്ടത്. എന്ത് ചെയ്യണം? ഈ പ്രോബ്ലം എങ്ങനെ ചെയ്തു? നമ്മൾ ഫസ്റ്റ് സ്പീറിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടു, സെക്കൻഡ് സ്പീറിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടു, നമുക്ക് ആൻസർ കിട്ടി. അതിനുശേഷം എന്ത് ചെയ്തു? സിഗ്മ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാത്തതുകൊണ്ട്, ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് സിഗ്മനെ മാറ്റണം. ഏതിൻ്റെ ടേംസിലാക്കണം? ചാർജിൻ്റെ ടേംസിലാക്കണം. അപ്പോൾ സിഗ്മനെ ചാർജിൻ്റെ ടേംസിലാക്കിയിട്ട് ആ സിഗ്മയോട് കൊടുത്തപ്പോൾ ആൻസറായി. ഇത്രയാണ് നിങ്ങൾ ചെയ്തത്. അതിനുവേണ്ടി ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ കടന്നു പോയെങ്കിലും ഇത്ര ലളിതമാണ് ഈ പ്രോബ്ലം എന്ന് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.